ഹലോ എവരിവൺ, റോയൽ എൻഫീൽഡ് ഹിമാലയൻ 452ന്റെ ചാസിസ് ക്രാക്കായി എന്ന് പറയുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അതിനെ കുറിച്ചിട്ട് പ്രതികരിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള പലരും പ്രതികരിക്കാൻ വേണ്ടി പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു പ്രതികരണമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം, ഹിമാലയൻ എന്ന് പറയുന്ന ഒരു വീട് കേൾക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ എന്നാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഹിമാലയനെ ബേസ് ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്, പഴയ ഹിമാലയൻ 411ന്റെ പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. BS3, BS4, BS6, അത് കഴിഞ്ഞ് BS6ന്റെ OBD2 ആയിട്ടുള്ള ആ ഒരു വേരിയന്റ് വന്നപ്പോൾ പോലും ഹിമാലയൻ ആ ഒരു പ്രശ്നങ്ങൾ മാറ്റാതെയാണ് ആ ഒരു മോഡൽ ഇറക്കിക്കൊണ്ടിരുന്നത്. ഏകദേശം 2016-17 ആ ഒരു സമയത്താണ് ഹിമാലയൻ 411 ഏറ്റവും ആദ്യം ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് അത് എപ്പോഴാണ് 411 എന്ന് പറയുന്ന മോഡൽ ഡിസ്കണ്ടിന്യൂ ആവുന്നത് വരെ അവർ വിറ്റിരുന്നത് ആ ഒരു സെയിം പ്രൊഡക്റ്റ് തന്നെയാണ്. ചെറിയ ഡിസൈനിലും ചെറിയ മാപ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നല്ലാതെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ, ചാസിസ് അതിലൊന്നും വലിയ മാറ്റങ്ങൾ വരുത്തിയതില്ല. കാരണം കംപ്ലൈൻറ്റ് പിന്നീടും തുടർന്നുകൊണ്ടേയിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് 452 എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഹിമാലയൻ വരുന്നത്. സോ ആ ഒരു ഹിമാലയൻ നമുക്കറിയാം, പഴയ ലോങ് സ്റ്റോക്ക് എഞ്ചിന്മാരി അല്ല, ഷോർട്ട് സ്റ്റോക്ക് ആയിട്ടുള്ള എഞ്ചിനാണ്. പിന്നെ കുറേ കാര്യങ്ങൾ കുറച്ചുകൂടി പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. USD ഫോക്സ്, അതുപോലെ തന്നെ ലിക്വിഡ് കൂൾ ആയിട്ട് എഞ്ചിൻ, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ ഇപ്പോൾ കോമൺ ആയിട്ട് ഹിമാലയൻ 452 പറയുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ചാസിസ് ക്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ ക്രാക്ക് ആവുക എന്നുള്ള ഇഷ്യൂ ആണ്. ഹിമാലയനെ സംബന്ധിച്ചിടത്തോളം 411 എന്ന് പറയുന്ന മോഡലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ കാര്യമല്ല. കാരണം പലതവണ പലരുടെയും 411ന്റെ ചാസിസ് ക്രാക്ക് ആയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള 452നും ഇതുപോലെ ചാസിസ് ക്രാക്ക് ആയിട്ടുള്ള 2 കേസാണ് വന്നിട്ടുള്ളത്. 2 കേസിലും പ്രോപ്പറായിട്ട് ചാസിസ് ക്രാക്ക് ആയ പോലെ തന്നെ നമുക്ക് കാണാനുണ്ട്. ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ആയിട്ടുള്ള ഹിമാലയൻ്റെ ആണ് ഏറ്റവും ആദ്യമായിട്ടുള്ള ഒരു ഇമേജ് വന്നത്. സോ ആ ഒരു ഇമേജ് പ്രകാരം നമുക്ക് നോക്കുമ്പോൾ പ്രോപ്പറായിട്ട് ചാസിസ് ക്രാക്ക് ആയി തന്നെയാണ്, കറക്റ്റായിട്ട് കട്ടായിട്ടുണ്ട്. എഞ്ചിൻ താഴെയാണ് കിടക്കുന്നത്. നമുക്കറിയാം അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എഞ്ചിൻ സ്ട്രെസ് മെമ്പർ ആവുന്ന ടൈപ്പ് ഓഫ് ഒരു ചാസിസ് ആണ്. ട്വിൻ സ്പാർ ആയിട്ടുള്ള ഒരു ചാസിസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എഞ്ചിൻ തന്നെയാണ് സ്ട്രെസ് മെമ്പർ. അങ്ങനെയുള്ള ഒരു ഓഫ് റോഡിങ് മോട്ടോർ സൈക്കിളിന്റെ ചാസിസ് ക്രാക്ക് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും മോശകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ റോയൽ എൻഫീൽഡ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള ഒരു ക്രാഷ് ഗാർഡ് യൂസ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരാനായിട്ടുള്ള ഒരു ചാൻസ് എന്നാണ്. സോ അങ്ങനെ ഒരു പ്രശ്നം വരാനായിട്ടുള്ള ചാൻസിനെ കുറിച്ച് നമ്മൾ ആ ഒരു ഇമേജിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ഇമേജിൽ ആ ഒരു ബൈക്കിലെ ക്രാഷ് ഗാർഡ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അതിൽ ചില കാര്യങ്ങൾ എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്, ആ ഒരു സമയത്ത് ആ ഒരു റൈഡർ ആ ഒരു ബൈക്കിൽ ക്രാഷ് ഗാർഡ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മുൻപ് ക്രാഷ് ഗാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനുശേഷം അത് റിമൂവ് ചെയ്ത് വെച്ചപ്പോൾ ഒരു നെറ്റ് ഇടാനായിട്ട് മറന്നു. അതുകൊണ്ടാണ് ചാസിസ് ക്രാക്ക് ആയത്. എഞ്ചിനിലേക്ക് മൊത്തമായിട്ട് ലോഡ് വന്നു. പിന്നെ പലരും ക്രാഷ് ഗാർഡിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ടോർക്കിലൊന്നുമല്ല ടൈറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം പ്രോപ്പർ ആയിട്ട് ഒരു ടെസ്റ്റിംഗ് വന്നാൽ മാത്രമാണ് പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് കണ്ട ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടിയും കുറച്ചും വ്യക്തമായിട്ട്, അല്ലെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ എനിക്ക് വ്യക്തമായിട്ടൊരു ആൻസർ പറയാമായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പോഴും പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, റോയൽ എൻഫീൽഡ് ഒന്നും കൂടിയും അവരുടെ റിലയബിലിറ്റി, അവരുടെ മോട്ടോർ സൈക്കിൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സേഫ്റ്റി കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ചാസിസിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പല കാര്യത്തിലും ഒന്നുകൂടിയും കോൺസെൻട്രേഷൻ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനിയും പഴയ BS3 അല്ലെങ്കിൽ 411 ആയിട്ടുള്ള ഹിമാലയൻ വന്ന പോലെ ആളുകളെ പറ്റിച്ചിട്ട് ഇനിയും 452 എന്ന് പറയുന്ന മോഡൽ സെയിൽ ചെയ്തെന്നാണ് എനിക്കുള്ള അഭിപ്രായം. ഇതിന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ആ ഒരു ഇമേജിൽ നമുക്ക് ക്രാഷ് ഗാർഡ് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ക്രാഷ് ഗാർഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നതെന്നുള്ള ഒരു കാര്യമാണ് റോയൽ എൻഫീൽഡ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം സത്യമുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല. പിന്നെ ഇന്ത്യയിലെ പല ക്രാഷ് ഗാർഡ് മാനുഫാക്ചേഴ്സിന്റെയും അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമാണ്. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്രാഷ് ഗാർഡിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫിറ്റ്മെന്റോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടോർക്കും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടല്ല. ചുമ്മാ കുറേ ഇരുമ്പൊക്കെ വെട്ടി വരച്ച് ക്രാഷ് ഗാർഡ് ഡെവലപ്പ് ചെയ്യുന്നു. അത് യൂസ് ചെയ്തിട്ട് ക്രാഷ് ഗാർഡ് എന്ന് പറയുന്ന രീതിയിൽ വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ട് ക്രാഷ് ഗാർഡ് സെയിൽ ചെയ്യുന്നു. അതിൽ നിന്ന് എനിക്ക് ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രാഷ് ഗാർഡ് എന്ന് പറയുന്ന കാര്യങ്ങൾ എനിക്ക് വെറുത്തുപോയി. കാരണം ഇതുപോലുള്ള പലതരത്തിലുള്ള കമ്പനികൾ വെൽഡിങ് അറിയാം, കുറച്ച് കമ്പിയുണ്ട്, എനിക്ക് ചെയ്യാം, എനിക്കൊരു പുതിയ ബ്രാൻഡായിട്ട് ഇറക്കാം എന്നുള്ള രീതിയിലുള്ള കാര്യം കൊണ്ട് മാത്രം ക്രാഷ് ഗാർഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ, ക്രാഷ് ഗാർഡ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോപ്പർ ആയിട്ടുള്ള ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അതിന് എത്രത്തോളം ഇമ്പാക്റ്റ് വരുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് അത് ഏറ്റവും ആദ്യം സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്ത് അതിനുശേഷം അത് പ്രോപ്പറായി ഒരു ക്രാഷ് ടെസ്റ്റ് നടത്തിയിട്ട്, നമ്മൾ കണ്ടിട്ടില്ലേ ഗ്ലോബൽ എൻക്യാപ്പ് അതുപോലുള്ള ക്രാഷ് ടെസ്റ്റ് പോലെ ഒരു ക്രാഷ് ടെസ്റ്റ് നടത്തി റിസൾട്ട് എടുത്താൽ മാത്രമാണ് നമുക്ക് എത്രത്തോളം ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ക്രാഷ് ഗാർഡ് ആണെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ എല്ലാ ടൈപ്പ് നമ്മുടെ ഇറങ്ങുന്ന ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള ക്രാഷ് ഗാർഡ് എന്ന് പറയുന്നതും ചുമ്മാ ഇരുമ്പ് വെൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സാധനം മാത്രമാണ്.
അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള ലോക്കൽ ബ്രാൻഡുകൾ. മാക്സിമം നിങ്ങൾ സ്റ്റോക്ക് ആയിട്ടുള്ള സെറ്റപ്പിൽ ഓടിക്കുകയാണ് നല്ലത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡിന്റെ ഭാഗത്തും ഇപ്പോൾ ഹിമാലയൻ 452 എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ ക്രാഷ് കാർഡ് ഇഷ്യൂസ് മാത്രമല്ല, ബോൾട്ടേൻ നട്ടും ക്രാക്ക് ആവുന്ന ഇഷ്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ ബോൾട്ടേൻ നട്ടുകൾ റിമൂവ് ആയി പോകുന്ന അവസ്ഥകൾ, അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്നും പറയുന്ന പോലെ ഫസ്റ്റ് ബാച്ച് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളിൻ്റെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം, അത് സ്വാഭാവികമാണ്. പക്ഷേ ഇത്രയധികം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തി ഇത്രയും അധികം ഒരു പാരമ്പര്യമുള്ള ഒരു മോഡൽ തന്നെയാണ് റോയൽ എൻഫീൽഡ് ഹിമാലയൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഓൾറെഡി അവർ കണ്ടതാണ്. ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കൊണ്ടുവന്നിട്ടുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും റോയൽ എൻഫീൽഡ് ഇനിയും ആളുകളെ പറ്റിക്കാതെ ദയവ് ചെയ്ത് ഹിമാലയൻ 452 കുറച്ചും ബെറ്റർ ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഇതെന്തുകൊണ്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി സഹിച്ചതാണ് 411 എന്ന് പറയുന്ന മോഡല് പലതരത്തിലുള്ള കംപ്ലയിൻസ് ആയിട്ട്. എന്തായാലും ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ചാ.